ഞാൻ ബാങ്കർ കേശവമേനോന്റെ മകനായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയത് കൊണ്ട് അറിയാതെ പറഞ്ഞുപോയി. എക്സ്ക്യൂസ് മീ. കാപ്പി കൊണ്ടുവരാൻ ജാനകിക്ക് മനസ്സില്ലെന്ന്. നീ എന്താ കാപ്പി കൊണ്ടുവരാത്തത്? അതിനിവിടെ ജോലിക്കാർ ആവശ്യത്തിലേറെ ഉണ്ടല്ലോ. ജോലിക്കാരുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങി കുടിക്കേണ്ട ആളല്ല വന്നിരിക്കുന്നത്. ബാങ്കർ കേശവന്റെ മകനാണ്. ആയിരിക്കാം. അതിന് എനിക്കെന്താ? നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്നവനാണ്. ഇതിനു മുമ്പ് ഒരാൾ വന്നപ്പോഴും അച്ഛൻ ഇത് തന്നെ എന്നോട് പറഞ്ഞു. അന്നൊരു അബദ്ധം പറ്റിപ്പോയി. ഇതാണ് ശരിയായ ആള്. അച്ഛൻ ഇനി മൂന്നാമത് ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളാണ് ശരിയായ ആളെന്ന് പറഞ്ഞ് നടന്നൊക്കെ വീണ്ടും ആവർത്തിക്കണം. ഒരുപക്ഷെ അച്ഛൻ അതിൽ ലജ്ജ തോന്നുന്നില്ലായിരിക്കും. പക്ഷെ എന്നെ കൊണ്ടതാവില്ല. പറയുമ്പോൾ പറയുന്നവരെയൊക്കെ സൽക്കരിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല അച്ഛ. ജീവിതത്തിൽ അത് ഒരാളോട് മാത്രമേ കഴിയൂ. നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? ഈ ജീവിതത്തിൽ ഞാനൊരു ഭാര്യയാകുകയാണെങ്കിൽ അത് ഒരേ ഒരാളുടെ മാത്രം. അതാരാണെന്ന് ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിയാമല്ലോ. ഭ്രാന്തുണ്ട് കൊണ്ട് നിനക്ക്? ഭ്രാന്തോ? അതെ, ഭ്രാന്ത്. നിന്റെ സ്റ്റാറ്റസ് ഉണ്ട്, അവന്റെ സ്റ്റാറ്റസ് ഉണ്ട്. ഞാൻ കണ്ടോ തിരണ്ടി നടന്നു. ആഹാരത്തിന് പോലും വഴിയില്ല. സ്റ്റാറ്റസും പണവും ഒന്നും എനിക്ക് വേണ്ടെങ്കിലോ? ഞാൻ സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം പട്ടിണി കിടക്കുന്നതാണ് എനിക്ക് സുഖമെങ്കിലോ? ഇത് നിന്റെ അവസാനത്തെ തീരുമാനമാണോ? അതെ. നല്ലവണ്ണം ആലോചിച്ച് തന്നെയാണോ തീരുമാനമെടുത്തത്? അതെ. വരുന്നതെല്ലാം അനുഭവിക്കാൻ തയ്യാറാണോ? അതെ. ഒറ്റ മകളാണെന്ന് ഞാൻ കരുതിയില്ല. ഈ വീട്ടിൽ ചതച്ച് പുറത്താക്കും. പിന്നീട് ഇതിനകത്ത് കടത്തയുമില്ല. വേണ്ട. നീ അനുഭവിച്ചു. നിന്റെ പിടിവാച്ച് പറഞ്ഞിട്ടല്ല, ഇനി ഒരു പാഠം പഠിപ്പിക്കാൻ മതി. ആരാ? പുറത്തൊരു ടുലറ്റ് ബോർഡ് കണ്ടു. ഓ, അതിനു വേണ്ടിയാണോ? അതെ. ഇരിക്കൂ. എവിടാ ജോലി? ഇവിടെ എങ്ങാനും താമസിച്ച് ജോലി അന്വേഷിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓഹോ, ജോലി കിട്ടിയതിന് ശേഷം വീട് അന്വേഷിക്കുന്നതല്ലേ നല്ലത്? ഞങ്ങൾക്കിവിടെ പരിചയക്കാരുമില്ല. നമ്മൾ തമ്മിലും പരിചയമില്ലല്ലോ. പരിചയമില്ലാത്ത ഒരാളിന് എങ്ങനെയാ വീട് കൊടുക്കുക? നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ജോലിയില്ലാത്തത് കൊണ്ട് സമയാസമയത്ത് വാടകയും പ്രതീക്ഷിക്കണ്ട. ക്ഷമിക്കണം, ഇക്കാര്യങ്ങളിലൊക്കെ ഞാൻ അല്പം കട്ടൻട്രിയാണ്. ചേച്ചി, ഞങ്ങൾ വീട്ടുകാരുടെ ഇഷ്ടം കൂടാതെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വീട് വിട്ടു പോരേണ്ടിയും വന്നു. സാർ, ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. 1 മാസത്തെ അവധി തരും. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് ഞാൻ കൃത്യമായി വാടക തന്നോളാം. ചേച്ചി, ഇദ്ദേഹം വാക്ക് തെറ്റിക്കുന്ന ആളല്ല. ഞങ്ങൾക്ക് വേണ്ടി ചേച്ചി ഒന്നും പറയണം. അവളെ റെക്കമെൻഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പറയാനുള്ളത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാൻ കണ്ട ഒരാളെ. എന്താ പേര്? എന്റെ പേര് കൃഷ്ണമേനോൻ. ഇവൾ ജാനകി. ആ, മിസ്റ്റർ മേനോൻ, നിങ്ങൾക്ക് 1 മാസമല്ല 2 മാസത്തെ അവധിയാണ്. അതിനകം എങ്ങനെയെങ്കിലും ജോലി കണ്ടുപിടിക്കും. ഇല്ലെങ്കിൽ വീടൊഴിഞ്ഞ് തരേണ്ടി വരും. സമ്മതിച്ചോ? ശരി സാർ, വലിയ ഉപകാരം. പിന്നെ എനിക്ക് ചില റൂൾസ് ഒക്കെ ഉണ്ട്. രാത്രി 9 മണിക്ക് ശേഷം ദൈവം തമ്പുരാമെന്ന് വിളിച്ചാലും ശരി, മെയിൻ ഡോർ ഞാൻ തുറക്കുക. ഞാൻ സന്ധ്യയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കോളാം. ലക്ഷ്മി, എന്തോ ഇവരുടെ പോർഷൻ കാണിച്ചു. നിങ്ങളുടെ വീട്ടു സാധനങ്ങളൊക്കെ എവിടെ? തൽക്കാലം ഇതേ ഉള്ളൂ. അപ്പൊ പായും തലണൊക്കെ ഞാൻ തരേണ്ടി വരുമോ? അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. താങ്ക് യു വെരി മച്ച്. അവത്തൊട്ടി ഇത്രയും സൗകര്യമൊക്കെ ഉള്ളൂ. വരൂ. ജോലിക്കാരിയൊക്കെ എന്തായി? പല സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ട് സാർ. എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് കാര്യമില്ല.
വേക്കൻസി എവിടെയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും അന്വേഷിക്കാതിരുന്നില്ല. മെസ്സേഴ്സ് മൈക്കിൾ ആൻഡ് മൈക്കിളിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടു. നാളെ തന്നെ അങ്ങോട്ട് പോവാം. ശരി. ജാനു, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. മിസ്റ്റർ മേനോൻ, പോയ കാര്യം എന്തായി? 10,000 രൂപ കെട്ടിവെച്ചാൽ ജോലി തരാമെന്ന്. 10,000 രൂപയോ? 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങരുത്. ആരുടെ സഹായമില്ല, സുഖമായി ജീവിക്കാമല്ലോ. ആട്ടെ, എഞ്ചിനീയർ ആണെങ്കിലും ടൈപ്പ് റൈറ്റിംഗ് അറിയാം? അറിയാം. രജനി ബ്രദേഴ്സിൽ ഒരു ടൈപ്പിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നോക്കാം. എന്താ മുഖം വാടിയിരിക്കുന്നത്? ഇന്നും പോയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല അല്ലേ? സാരമില്ലെന്നേ, ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും. ആദ്യം എന്തെങ്കിലും കഴിക്കും. ജാനകി, എന്താ എന്താ ചേട്ടാ കണ്ണു നിറഞ്ഞിരിക്കുന്നത്? ഒരു നേരത്തെ നല്ല ആഹാരം പോലും നിനക്ക് തരാൻ കഴിയുന്നില്ലല്ലോ. കഞ്ഞു പോലുമല്ല, കഞ്ഞു വെള്ളം, വെറും സ്റ്റാർച്ച്. ആര് പറഞ്ഞു നല്ല ആഹാരമല്ലെന്ന്? എന്റെ കയ്യിലിരിക്കുന്നത് സ്വർണത്താലമാണ്. സ്വർണത്താലത്തിൽ സർവ പദാർത്ഥങ്ങളും. ഇത് സ്വർണക്കരണ്ടി. നിന്റെ ഭാവന കൊള്ളാം, പക്ഷേ പോസ്റ്റ് ജാനു, എന്താ ജോലി കിട്ടിയോ? ഇന്റർവ്യൂ കാർഡാണ്. എന്ത് ജോലിക്ക്? എഞ്ചിനീയർ. അല്ലാതെ എന്ത്? നോക്കിക്കോളൂ, ഇപ്രാവശ്യം നിശ്ചയമായി ജോലി കിട്ടും. രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോ എതിരെ ഞാൻ ശകുനം വരാം. എന്നെ ശകുനം കണ്ടിട്ട് പോയ കാര്യം നടന്നു തന്നെ. ഓഹോ, ഇപ്രാവശ്യം നിശ്ചയമായി ജോലി കിട്ടും. രാവിലെ ഇന്റർവ്യൂവിന് പോകുമ്പോ എതിരെ ഞാൻ ശകുനം വരാം. എന്നെ ശകുനം കണ്ടിട്ട് പോയ കാര്യം നടന്നു തന്നെ. ജോലി കിട്ടിയോ? കിട്ടി. എനിക്കറിയാമായിരുന്നു കിട്ടുമെന്ന്. ഞാനപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ ശകുനം വന്നാൽ ആരുടെ കാര്യമായിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും നടന്നിരിക്കും. ചേച്ചി, 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 അദ്ദേഹത്തിന് ജോലി കിട്ടി. വാടക കുടിശ്ശികയൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നോളാം. ചേട്ടനോട് പറഞ്ഞേക്കണേ. ജാനകി, നീ ഇവിടെ? ഞാനിവിടെ അടുത്താ താമസിക്കുന്നത്. എന്റെ ഭർത്താവ് KDCയിൽ എഞ്ചിനീയറാണ്. അതെയോ? ഓ, കണ്ടത് ഭാഗ്യമായി. നാളെ എന്റെ അനുജത്തിയുടെ കല്യാണമാണ്. രണ്ടുപേരും കൂടി വരണം. ഇതാ ഇൻവിറ്റേഷൻ കാർഡ്. പേരെഴുതാത്തിൽ പരിഭവം തോന്നരുതേ. നമ്മൾ തമ്മിലോ? വരണം. ഞാൻ എല്ലാരോടും പറയും ജാനകി വരുമെന്ന്. വരാവുന്നേ. പോട്ടെ. അല്ല, പാചകം അറിയാമോ? അടുക്കളയിലേക്ക് കടന്നിട്ടില്ലാത്ത നീയാണല്ലോ എന്നും ഇവിടെ പാചകം. ഇന്ന് ഞാനായിക്കോട്ടെ എന്ന് കരുതി. ആവശ്യത്തിലേറെ ജോലി ഓഫീസിൽ ചെയ്യുന്നുണ്ടല്ലോ.
ഇങ്ങനെ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം എന്ത് നന്നായി പോയത്. ഏതായാലും അതിന്റെ പേരിൽ ഭർത്താവിന്റെ സ്വന്തം കയ്യിലുണ്ടാക്കിയ ചായയുടെ പകുതി ഭാര്യയ്ക്ക് സമർപ്പിക്കും. കുടിച്ചു നോക്ക്. ആഹാ, നല്ല ചായ. അപ്പൊ ചായ അടിച്ച് ജീവിക്കാം. പിന്നെ നാളെ ലീവ് എടുക്കാൻ പറ്റുമോ? അയ്യോ, നാളെ ഓഫീസിൽ പിടിപ്പ് ജോലിയുള്ള ദിവസമാണ്. നാളെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണമാ. നിന്റെ ഫ്രണ്ടോ? നിനക്കിവിടെ ഏത് ഫ്രണ്ട്? ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴി എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോഴാ ക്ഷണിച്ചത്. അങ്ങയും കൂട്ടി ചെല്ലാമെന്ന് ഞാൻ ഏറ്റുപോയി. എന്താ ജാനു ചെയ്യുക? ഞാൻ ഓഫീസിൽ പുതിയ ചെന്ന് കയറുന്നതിന് മുമ്പ് ലീവ് ചോദിച്ചാൽ എന്നാ പറയൂ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സാധാരണഗതിയിൽ ഒരു ക്ലാഷ് വന്നാൽ എന്താ ചെയ്യ? നീ കൂട്ടുകാരുടെ ക്ഷണം സ്വീകരിക്കും. നേരത്തെ അറിയാത്തതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. വരൂ ജാനകി. എന്താ ഇത്, തനിച്ചേ ഉള്ളൂ? ഹസ്ബൻഡ് വലിയ കമ്പനിയിലെ എഞ്ചിനീയർ അല്ലേ, മുൻകൂട്ടി അറിയിച്ചാലേ ലീവ് കിട്ടുള്ളൂ. അനിയത്തിയുടെ പ്രസവത്തിന് കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം. എന്റെ ക്ലാസ്മേറ്റ് ജാനകി, ഭർത്താവ് എഞ്ചിനീയറാണ്. എന്താ ജാനകി അയാളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞങ്ങളുടെ ഓഫീസിലെ പിയൂണ. എന്താ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ പരിചയമുണ്ടോന്നോ? നല്ല ചോദ്യം. ഭാര്യയും ഭർത്താവുമോ? അതെ, ഭാര്യയും ഭർത്താവും. പ്യൂണായ ഭർത്താവും അതിഥിയായ ഭാര്യയും. ശരിയാണോ ജാനകി? അപ്പോ നീ കള്ളം പറയുമായിരുന്നു? എങ്ങനെ കള്ളം പറയാതിരിക്കും? അവളുടെ അച്ഛനെയും കുടുംബത്തെയും അവമാനിച്ച് സർവ്വ സ്വത്തുക്കളും വലിച്ചെറിഞ്ഞ് അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒരു പ്യൂണിന്റെ കൂടെ എന്തിന് ഇറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ കുറ്റൽ മുട്ടിപ്പോവില്ലേ? അതുകൊണ്ട് കള്ളം പറഞ്ഞു. നിന്നെ അവൻ വഞ്ചിച്ചു. അവനും നീയും കൂടി നിന്റെ അച്ഛനമ്മമാരെ വഞ്ചിച്ചു. അവൻ നിന്നെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോലും പഠിക്കില്ല. നോക്കിക്കോ. ജാനു, എന്നോട് ക്ഷമിക്കുക. നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ടി വരുമെന്ന്, ഇങ്ങനെ അപമാനിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നോക്കൂ, തന്റെ ഭർത്താവ് ഒരു കൂലി വേലക്കാരനാണെങ്കിലും അത് അന്തസ്സോട് പറയാൻ ഒരു സ്ത്രീക്ക് കഴിയും. പക്ഷെ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി പച്ച കള്ളം പറഞ്ഞാൽ അതവക്ക് സഹിക്കാനാവില്ല. എന്ത് ജോലിയായിരുന്നാലും അതിനെ മാനിക്കുന്നവനാണ് ഞാനെന്ന് കള്ളം പറഞ്ഞത്. നിന്നെ വഞ്ചിക്കാനായിരുന്നില്ല. അന്ന് ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോ നീ പൂർണ്ണ വിശ്വാസത്തോടെ എന്നോട് പറഞ്ഞു, നിന്റെ ശകുനം കണ്ടിട്ട് പോയാൽ എനിക്ക് ആ ജോലി കിട്ടും. ഞാൻ മടങ്ങി വന്നപ്പോഴും നിന്റെ മുഖത്ത് ആ വിശ്വാസം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എന്തോ സത്യം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. അതിനുശേഷം എനിക്ക് ഈ ജോലി സ്വീകരിക്കേണ്ടി വന്നു. അങ്ങൊരു പ്യൂനാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചിലായിരിക്കുമെന്ന് അങ്ങ് കരുതിയോ? ഇല്ല ജാൻ, സന്തോഷത്തോടെ നീ അവരോടെല്ലാം പറഞ്ഞു. നിന്റെ ഭർത്താവ് ഒരു എഞ്ചിനീയറാണ്. സമ്പന്ന കുടുംബത്തിൽ പിറന്ന നിലയും വിലയുമുള്ള നീ താനൊരു പ്യൂണിന്റെ ഭാര്യയാണെന്ന് അറിയണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്റെ പ്യൂണന്മാരാരും മനുഷ്യരല്ലേ? ഞാൻ അങ്ങയുടെ കൂടെ ഇറങ്ങിപ്പോന്നത് പണത്തിനും നിലയ്ക്കും വിലയ്ക്കും വേണ്ടിയായിരുന്നു. ആ നല്ല മനസ്സിന് വേണ്ടി മാത്രമായിരുന്നില്ലേ? അതെ ജാൻ, നീ എനിക്ക് വേണ്ടി എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ നിനക്ക് തന്നത് ഒരു കുടുംബത്തിന്റെ ചുമതല ശരിക്കും ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്തവൻ വിവാഹം കഴിക്കരുത്. അതിനേക്കാൾ ഭേദം മരണമാണ്. എന്താ പറഞ്ഞത്? സത്യമാണ് ജാൻ. പണമില്ലാത്ത എനിക്ക്
ദുഃഖം മാത്രമേ നിനക്ക് തരാൻ കഴിയൂ. ഇല്ല, ഞാൻ തോൽക്കില്ല. പണത്തിന്റെ പേരിൽ ആ പന്തലിൽ വെച്ച് നിന്റെ അച്ഛൻ നിന്നെ അപമാനിച്ചു. ഞാൻ ദരിദ്രനായതുകൊണ്ട് നീ അപമാനിക്കപ്പെട്ടു. ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ഞാൻ ഇതിനൊക്കെ ഞാൻ പകരം വിട്ടു. ഞാനും പണക്കാരനാകും. പണത്തിന് മറുപടി പണം കൊണ്ട് തന്നെ പറയും. ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിയാണ്. അങ്ങ് എനിക്ക് വേണ്ടി കൂടുതൽ ദുഃഖിക്കരുത്. നിന്റെ സ്നേഹത്തിന് മുൻപിൽ ഞാൻ തോറ്റുപോകുന്നു. പക്ഷേ പണത്തിന് മുൻപിൽ തോൽക്കാൻ ഞാൻ തയ്യാറല്ല.